ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് അന്ന് കുറുവാക്യമായിട്ട് വായിച്ചത്. അന്ന് സംസാരിച്ചില്ല. അതിനുശേഷമായിട്ട് അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കൂടി വചനം പഠിപ്പാനും ഗ്രഹിപ്പാനും നമുക്ക് കൃപ നൽകി. ഈ പകല് അല്പ സമയങ്ങൾ കൂടെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷ അല്പം മുൻപോട്ട് പോകും. വചന ശുശ്രൂഷ ഒരു സെക്ഷനായിട്ട് അങ്ങ് നിർത്തുകയാണ് ഇന്നത്തത്. കർത്താവിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് ഒരല്പസമയം കൂടെ മുമ്പോട്ട് പോയി വചനം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മടങ്ങിപ്പോകാം. ദൈവത്തിന് മഹത്വം. അതിനാധാരമായിട്ട് വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. ഒന്നുകൂടെ വായിക്കും. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നമ്മുടെ ദൈവം ദോഷങ്ങളെല്ലാം ഗുണമാക്കി തീർക്കുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നീ വാഗ്ദാനം ചെയ്തോരുലകിൽ നിൻ കൈ രചിച്ചോർ കരുകിൽ, നീ വാഗ്ദാനം ചെയ്തോരുലകിൽ നിൻ കൈ രചിച്ചോർ കരുകിൽ, നീ വന്ന ബഹുമതിയായവർ തന്നതോ കുരിശോ, നീ വന്ന നേരം ബഹുമതിയായവർ തന്നതോ കുരിശോ, ഊജും വഹിച്ച കുന്നിന്മീതെ പോകുവാനാരോ, ദേശം സഹിച്ചോരഗതിയ പോലെ ചാകുവാനാരോ, സഹിച്ചോരഗതിയ പോലെ ചാകു എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത, എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരുന്നിതാ കൃപത, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരുന്നിതാ കൃപത, ക്രൂശും വഹിച്ച കുന്നിന്മീതെ പോകുവാനാരോ, ക്ലേശം സഹിച്ചോരഗതിയ പോലെ ചാകുവാനാരോ, ക്ലേശം സഹിച്ചോരഗതിയ പോലെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അനുഗ്രഹപ്രദമായ ഈ പകലിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഓൺലൈനിൽ നമ്മോടുകൂടെ പല ദൈവമക്കളും സംബന്ധിക്കുന്നു. നിങ്ങൾക്കും വന്ദനം. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ആത്മീയമായി വളരെ വളർച്ച പ്രാപിപ്പാൻ ഇടയാകണം. അതാണ് മെയിൻ വിഷയം. ദൈവത്തിന് മഹത്വം. എല്ലാവരും ആത്മീയ വിഷയത്തിൽ സമ്പന്നരാകണം. ഈ ആത്മീയ വിഷയത്തിൽ സമ്പന്നരാകുമ്പോൾ ഭൗതിക വിഷയങ്ങൾ നമ്മുടെ പുറകെ വന്നോളും. മനസ്സിലാകുന്നുണ്ടല്ലോ? ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നരാകാൻ താല്പര്യത്തോടെ, തിടുക്കത്തോടെ, തീഷ്ണതയോടെ, ഉണ്മയോടെ നാം പോകുമ്പോൾ ഭൗതികമായ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ പുറകെ വരും. അങ്ങനെ ആ വേദപുസ്തകത്തിലെ പ്രമാണവും അങ്ങനെ ആണ് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നത്. എന്നാൽ മറുവശം ഭൗതികത്തിന്റെ പുറകെ തന്നെ നമ്മൾ ഓടുന്നെങ്കിൽ പലതും കിട്ടത്തുമില്ല, ഉള്ള ആത്മീയം പോവുകയും ചെയ്യും. എന്താ ബന്ധപ്പെട്ട ഇച്ചിരി ആത്മീയം ഒപ്പിച്ചെടുക്കുന്നത്. പണ്ട് ഞങ്ങളുടെ കാവാടത്ത് പെണ്ണക്കൊച്ച പറഞ്ഞ പോലെ ദൈവം ബുദ്ധി കൊടുത്ത് പടിഞ്ഞാറൊക്കെ ഒന്ന് വന്നപ്പം ബുദ്ധി ഇച്ചിരിയേ ഉള്ളു. എന്നാൽ അത് പേരൊന്നും ഞാനിപ്പോൾ പറഞ്ഞില്ല. ഇനി ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഇച്ചിരി ഉള്ളായിരുന്നു. അത് പുള്ളിക്ക് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അതുമായിട്ട് നെടുത്തറയിൽ ഔസേപ്പും പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുള്ളിക്ക് ഒട്ടും ബുദ്ധിയില്ല എന്ന് പറഞ്ഞ പോലെ എന്ത് ബന്ധപ്പെട്ട ഇച്ചിരി കൃപ ഒപ്പിച്ചെടുക്കും. അത് നശിപ്പിച്ച് കളയരുത്.
ഞാൻ മിക്കപ്പോഴും പറയും, നിങ്ങൾക്കും അറിവുള്ളതാ, ഈ ചെറിയ വിഷയങ്ങൾക്ക് നമ്മുടെ വലിയ നിത്യത നഷ്ടപ്പെടുത്തരുത്. നല്ല ഭാഷയല്ല എന്നാലും ഞാനങ്ങ് പറയും, പിള്ളേരുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയാണ്, അതായത് ഈ വേറെ പിള്ളേരുടെ ഈ ചീള് കേസിന് വേണ്ടി, അതൊരു നല്ല മലയാള ഭാഷയല്ല, അച്ചടി ഭാഷയല്ല എന്നും ഞാനങ്ങ് പറയാം. ചീള് കേസിന് വേണ്ടി നിന്റെ നിത്യത നഷ്ടപ്പെടുത്തരുത്. മനസ്സിലായിട്ടാ? സ്തോത്രം. ഒരു ചുവട് സ്ഥലം, അതിന് നിത്യത കളയരുത്. ഒരു പേന, അല്ലെങ്കിൽ ഒരു കണ്ണട, ഒരു ചോറ്റുപാത്രം, ഞങ്ങളുടെ ചോറ്റുപാത്രം കൊണ്ടുപോയിട്ട് ഇതുവരെ തന്നിട്ടില്ല. എന്റെ തനി സ്വഭാവം. പിന്നെ ചോറ്റുപാത്രം എടുത്ത് ഒറ്റയാടി തലക്കെട്ട്, ഇതാണ് എന്റെ ചോറ്റുപാത്രം കൊണ്ടുപോയി മേലിൽ നമ്മൾ തമ്മിൽ നഷ്ടപ്പെട്ടതോ. ഞാൻ ഉദാഹരണമായി ചോറ്റുപാത്രം അടിച്ചെന്ന് തോന്നല്ലേ ഇതിപ്പോ കണ്ടിട്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. സ്തോത്രം. നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വിവേചിച്ചും വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. ഈ ഉഴപ്പുന്നവരെ ആരും രക്ഷപ്പെടുകയില്ല. ആരും ഒരു രക്ഷപ്പെട്ട ചരിത്രമില്ല. ദൈവിക വിഷയത്തിൽ ആത്മീക വിഷയത്തിൽ ഉഴപ്പിയാൽ രക്ഷപ്പെടുകയില്ല. എന്നാൽ ആത്മീക വിഷയത്തിൽ നീ ഉണ്മയോടെ നിന്നേ, നീ ആയിരിക്കും ദേശത്ത് നമ്പർ 1. സ്തോത്രം. സ്തോത്രം. അതെ, നമുക്ക് എടുത്ത വാക്യത്തോടൊക്കെ കൂറ് പുലർത്തണം. അപ്പോൾ ചിന്തിച്ചു വന്നത്, യോസേഫിന്റെ ചരിത്രത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരിക. ഏതാണ്ട് 110 വയസ്സ് വരെ യോസേഫ് ഈ ഭൂമിയിൽ ജീവിച്ചു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ ഇളയ പുത്രന്മാരിൽ ഒരാളാണ് യോസഫ്. യോസേഫിനെ പറ്റി നമ്മൾ വായിക്കുന്നതിൽ ഒരു പദം ഇങ്ങനെ, യോസേഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. അങ്ങനെ അങ്ങനെ ആ വാക്യം നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. നീരുറവിന് അരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. പിന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ആവർത്തന പുസ്തകത്തിലും യോസേഫിനെ പറ്റി പറയുന്ന ചില പദമുണ്ട്. അതൊന്ന് വായിച്ചേ. ആവർത്തന പുസ്തകത്തിൽ യോസേഫിനെ പറ്റി പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ആവർത്തന പുസ്തകം എഴുതി വരുമ്പോൾ യോസേഫിനെ പറ്റി പറയുന്ന വിശേഷമായ ചില പദങ്ങളുണ്ട്. അതൊന്ന് വായിച്ചേ. എടുത്തവര് 33-ന്റെ ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകുന്ന വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, മുൾപ്പുറപ്പിൽ വസിച്ചവന്റെ പ്രസാദത്താണെന്ന. അപ്പൊ യോസേഫ് ഫലപ്രദമായ വൃക്ഷം. ഒരു ദൈവവൈതലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഫലപ്രദമായ ഒരു ജീവിതം നയിക്കണം. നിങ്ങൾ ചില വൃക്ഷത്തെ കണ്ടിട്ടില്ല, യാതൊരു ഫലവും ഇല്ല, ആർക്കും ഒരു റോഡ് സൈഡിലൊക്കെ വലിയ തണലുണ്ട്, എന്നിരുന്നാലും ഫലമൊന്നും ഇല്ല. എന്നാൽ റോഡേ പോകുമ്പോൾ വലിയ നാട്ടുമാവ് നിൽക്കും.
നമ്മുടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴോ നടന്നു പോകുമ്പോഴായിരിക്കും അതിൽ നിന്ന് പഴുത്ത മാങ്ങ വഴി നടന്ന് ക്ഷീണിച്ചു പോകുന്നവർക്ക് ആ ഒരെണ്ണം കിട്ടിയാൽ ആശ്വാസം, ഫലം കൊടുക്കുന്നവരായിരിക്കും. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കണം. ചുമ്മാ വടവൃക്ഷമായിട്ട് നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ഫലം പുറപ്പെടും. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ യോസേപ്പിന്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ കൂടുതലും പരാമർശിക്കുന്നത്. യോസേപ്പിനെ ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ ചേർന്ന് വിറ്റു, പിടിച്ചു കയറ്റി വിറ്റു. വർഷങ്ങൾ കഴിഞ്ഞ് ഈ ജ്യേഷ്ഠന്മാരെല്ലാം യോസേപ്പിന്റെ അടുക്കൽ വന്നു. ഗുണമാക്കി തീർത്തെന്നുള്ളത് ഞാൻ പിന്നീട് പ്രസംഗിക്കാം. ഇപ്പൊ അതിന്റെ ഒരു മുഖവര പറയുക, ആ ഭാഗത്ത് ഇതെല്ലാം വരും. ഒടുവില് ഇവർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി ജ്യേഷ്ഠാനുജന്മാരെല്ലാം കൂടെ കരഞ്ഞു. ആ രംഗമൊക്കെ വളരെ, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്കും കണ്ണുനീര് വരും. ഈ കഥയായിട്ട് വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കുകയല്ല. ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒടുവില് ഇവരുടെ അപ്പനാകുന്ന യാക്കോബ് മരിച്ചു. അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന് സുഗന്ധവർഗമെല്ലാം ഇട്ട് ഏതാണ്ട് 14 ദിവസം ആ സുഗന്ധവർഗം വീട്ടുന്നതിനെ പറ്റി കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ പരാമർശിക്കുന്നില്ല. ആ സുഗന്ധവർഗമെല്ലാം ഇട്ട് അപ്പനെ പറ്റി ഇവര് പ്രലാപം ഒക്കെ കഴിച്ച് ഒടുവിൽ മിസ്രയീമിൽ നിന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബിനെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അടക്കുക. പൂർവ്വപിതാവാകുന്ന അബ്രഹാം ഹിത്തിനോട് വിലയ്ക്ക് വാങ്ങിയ നിലവും മക്പേല ഗുഹയും. പിതാക്കന്മാരെല്ലാം അവിടെ അടക്കിയത്. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായി അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റിബേക്കായി അവിടെ അടക്കി, യാക്കോബിനെ അവിടെ കൊണ്ട് അടക്കുക. ലേയായി അവിടെ അടക്കിയെന്ന റാഹേലിനെ അവിടെ അടക്കാൻ ഒത്തില്ല, അത് വഴിയരികെ കിടക്കുക. അപ്പോൾ യാക്കോബ് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു അവിടെ കൊണ്ട് അടക്കണം. അങ്ങനെ തന്റെ കുഞ്ഞുങ്ങൾ അപ്പന്റെ ആഗ്രഹം നിവർത്തിച്ച് എല്ലാം ക്രമപ്പെടുത്തി യോസേപ്പ് പറവോനോട് ചെന്ന് അനുവാദം ആളിനെ വെട്ടി ചോദിച്ചു, എന്റെ അപ്പനെ അടക്കാൻ പോവുക, അനുവാദം എന്ന് പറഞ്ഞാൽ അവധി തരണമെന്നാ പറഞ്ഞ എന്റെ അർത്ഥം. അടുത്ത മന്ത്രിയല്ലേ, ഇട്ടറിഞ്ഞ ചോടാനൊക്കത്തില്ല, ഇതെല്ലാം ഉത്തരവാദിത്തം. അപ്പനെ ഒന്ന് അടക്കാൻ ഒരു മന്ത്രിയാ അപ്പനെ അടക്കാൻ അനുവാദം ചോദിച്ചു, അനുവാദം കിട്ടി, വന്ന് അടക്കുകയും ചെയ്തു. ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി തൂക്കുന്ന ജോലിയുണ്ടെ പറയും, എനിക്ക് അവധി കിട്ടത്തില്ല അങ്ങനെ കാണാനൊന്നും. പിന്നെ ഞാൻ വന്നൊന്ന് കണ്ടേച്ച് പെട്ടെന്ന് അങ്ങനെയുള്ള ബിരുദന്മാരും. ഞാൻ തൂക്കുന്ന ജോലി കൊച്ചാന്നോ അത് ചീത്തയാന്നല്ല, വലിയ ഉത്തരവാദിത്തമില്ല, എന്നിരുന്നാലും അങ്ങ് ചെല്ലങ്ങ് ബിസിയാണ്. പണ്ട് ഞങ്ങൾക്ക് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പരസ്യയോഗത്തിനോ മറ്റു യോഗത്തിനോ വന്ന് നമുക്ക് പോകാം. അയ്യോ എനിക്ക് നോക്കത്തില്ല, ഞാൻ ബിസിയാണ്. എന്നെ മോള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നു, ആ റെയിൽവേ സ്റ്റേഷനിൽ. അതാണ് അന്നത്തെ പുള്ളിയുടെ ബിസി. 50 എണ്ണത്തിന് വിടുകയും കൊണ്ടുപോവുകയും ചെയ്യാം ഒരു ദിവസം. അങ്ങനത്തെ വിഷയമാണ്. അതുകൊണ്ട് പരസ്യയോഗത്തിനും ഇല്ല, യോഗങ്ങൾക്കും ഇല്ല. മോള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നു. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ. ഇന്ന് അമ്മാമ യോഗത്തിന് വരുന്നത്. അയ്യോ എന്റെ അനിയത്തി പാലക്കാട്ടിൽ നിന്ന്, കൊണപ്പെട്ട ചേട്ടത്തിയാണ് അനിയത്തോട് പറയടിയോ നേരെ തിരുവല്ലയ്ക്ക് ഇറങ്ങും, യോഗത്തിന് കൂടി നമുക്ക് ഒന്നിച്ച് തിരിച്ച്. കൊണപ്പെടാത്ത അനിയത്തിയാണ് പറഞ്ഞ താക്കോൽ ഇന്നെടുത്ത് വെച്ചിട്ടുണ്ട്, കയറി തുറന്ന് അകത്തിരുന്നാണ് ഞാൻ യോഗം കഴിഞ്ഞ്. നിങ്ങൾ ആരും ഉൾക്കൊള്ളുകയെന്ന് എനിക്കറിയാം, കാരണം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. സ്തോത്രം.
പ്രധാനപ്പെട്ട വിഷയം ആത്മീയമായിരിക്കണം. അതിന് കീഴിലെ ബാക്കി സകല വിഷയവും കാണാം. ആ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ കൂടുതൽ അഭിനന്ദിക്കുന്ന ചന്ദ്രൻ പാസ്റ്ററെയാണ്. സ്തോത്രം. കഴിവിന്റെ പരമാവധി ഒരു യോഗവും മുടക്കുന്നില്ല, അഭിനന്ദിക്കുന്നു. സ്തോത്രം. നേരത്തെ വരികയും ചെയ്യും. പിന്നെ സാവിചായനും റോസ്ലി ആന്റി അവരും കഴിവിന്റെ പരമാവധി. ഇന്നെന്നാ വരാഞ്ഞ് എന്തോ വല്ലതും വരികയെന്ന് പറഞ്ഞോ, വരും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ വരിക. ഇന്ന കാരണമാണ്, പ്രാർത്ഥിക്കേണ്ട വിഷയം വല്ലതും ഉണ്ടോ? ആരെയും വിളിച്ചോ? അവ ശ്രദ്ധിക്കുക. ചിലർ പിന്നെ അങ്ങ് വരുന്നേ ഉള്ളു, അല്ലെ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ എങ്ങോ ഇനിയും പോകാനൊക്കെ ഒന്നുമില്ല, എന്നാ പിന്നെ ഇവിടെ തന്നെ സെമിത്തേരിയും ക്രമീകരിച്ചല്ലോ. ആർക്കും ഒരു ദോഷം വരാം, ആ സെമിത്തേരിൽ ആരെയും അടക്കാതിരിക്കട്ടെ, സെമിത്തേരി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ പോലും കടന്നു പോകരുത്. എല്ലാവരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. സെമിത്തേരി മേടിച്ച് നമുക്കൊന്ന് ചത്ത് കളയാം. ഒരുത്തർക്കും ഒരു ദോഷം ഉണ്ടാകരുത്. ദൈവം എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ആത്മീയമായിരിക്കണം. സ്തോത്രം. ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ദൈവവിശ്വാസമോ കേവലം പേരിലു മാത്രമായി. വന്നാലും നിന്നാലയെ തന്നാലും ജീവാവിയെ. വന്നാലും നിന്നാലയെ തന്നാലും ജീവാവിയെ. തവ വാക്തമ്പോൾ സ്വർഗ ദാതാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവായുൾകയും നേരം ആത്മതേജസ്സിനാലേ ഈ യുഗാന്ത്യ അപ്പൊ ശ്രദ്ധിക്കുക. ഈ ജ്യേഷ്ഠന്മാരും എല്ലാം വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യാക്കോബ് മരിച്ചു, യാക്കോബിനെ അടങ്ങുക, അവധി ചോദിച്ചു, അവധി കൊടുത്തു. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ആശയമാണ്. മക്കളെ എല്ലാവരും ചേർന്ന് യാക്കോബിനെ കൊണ്ട് അടക്കി തിരിച്ചു വരുവാണ്. ഞാൻ റയ്യനോട് പണ്ടൊരു അടക്കത്തിന് പോയപ്പോൾ അമ്മയുടെ അമ്മ പെറ്റതള്ള മരിച്ചു. പെറ്റതള്ള അമ്മ മരിച്ചു. ഡെഡ് ബോഡി ആയിട്ട് ആ ശുശ്രൂഷ ചെയ്തെടുത്തിന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ട് തിരിഞ്ഞില്ല. ഒരു മോനും മരുമകളും കൂടെ നല്ല ശരിക്ക് കഴിക്കുക, തൂശകല് വെട്ടിയിട്ട്. കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, അന്ന് ഞാൻ എതിരല്ല. എന്നാലും അത് കണ്ടപ്പോ എനിക്കൊരു മനപ്പറയാം. സ്വന്തം പറ്റതല്ല, വെച്ച് കെട്ടിയതോ രണ്ടാനമ്മയോ ഒന്നുമല്ല. ശുശ്രൂഷ കഴിഞ്ഞെടുത്തിന്ന് ഡെഡ് ബോഡി അങ്ങോട്ട് റോഡിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി 50 മീറ്റർ കഴിയുമ്പോൾ വളവാ. 50 മീറ്റർ കഴിഞ്ഞില്ല. അന്നേരം വലിയ ഊണമായിരുന്നു, നല്ല ഊണായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളും കഴിച്ചതാ, സത്യം പറയണമല്ലോ, കഴിച്ചതാ. എന്നാലും സ്വന്തം മകനും മരുമകളും സെമിത്തേരി ചെന്നില്ല. സെമിത്തേരി എന്നല്ല, ഇവിടെ നിന്ന് 50 മീറ്റർ കഴിഞ്ഞതേ ഉള്ളൂ.
നിങ്ങളിരിപ്പോന്നിട്ട് നിങ്ങളും അതൊക്കെ തന്നെ തോന്നുന്നു. അസുഖമുള്ളവർ കാണും ചിലപ്പം ശരീരം കിലുകിലൊക്കെന്നവര്, എന്നാലും ഉണ്ടല്ലോ അതിനൊരു. അതെ, അപ്പോൾ യാക്കോബിനെ അടക്കി സഹോദരങ്ങളെല്ലാം തിരിച്ച് ഇങ്ങു വന്നു കഴിഞ്ഞപ്പോ ഈ സഹോദരന്മാർക്ക് ഒരു വെപ്രാളം. ഇവര് 10-11 കൂടെ, 10 പേരാ, 10 ബെന്യാമിനെ കൂട്ടണ്ട, ഇവര് 10 കൂടെ ചേർന്ന് കമ്മിറ്റി കൂടുക. അടക്കം കഴിഞ്ഞൊരു കമ്മിറ്റി, അതിപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അടക്കം കഴിഞ്ഞ് കമ്മിറ്റി. അത് മക്കളുണ്ടെങ്കിൽ എല്ലാവരുടെ കൂടി ഒരു കമ്മിറ്റി കൂടും, ചെലവായതിനെ പറ്റിയ. പെട്ടിയുടെ കാശാരം കൊടുത്ത്, പെട്ടിയുടെ തങ്കച്ച്, തുണി ആരാ മേടിച്ച്, തുണി ഉപയോഗിച്ച് കുടി വെട്ടിയവർക്കാർക്ക് ആ കാശ് കൊടുത്തത്. സ്വന്തം മാതാപിതാക്കളെ അടക്കുന്നതിന് കണക്ക് പറയുന്ന കഴുതകൾ ഒത്തിരി ഉണ്ടോ? ഉണ്ട്. സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളവരുടെ കാര്യമാണ്. ഉള്ളവൻ ഒരുത്തനെ കണ്ട ഞാൻ മുഴുവൻ ചെയ്തോളാം. അന്നേരം അടുത്തവൻ പറയും, കൊച്ചേട്ടൻ അങ്ങനെ മൊത്തം ചെയ്യണ്ടെന്ന്, എൻ്റെ കൂടെ പിടിക്കും. ഒരുത്തൻ പറയാം, അയ്യോ എന്നാ ഇതുകൂടെ പിടിച്ചു, കാര്യം നടക്കുകയല്ലേ. അതിന് ഇവനെല്ലാം കൂടി ഇരുന്ന് പെട്ടി ആരും കടിക്കും. പെട്ടി കിട്ടുമോ? എന്നെ പെട്ടിയാ പെട്ട് തേക്കിന്റെ അങ്ങോട്ട് പെടും. തേക്കിന് വെറുതെ എന്തിനാ പാഴ്ചെലവായി, മണ്ണിനകത്ത് വെക്കുന്നതല്ലേ. പിന്നെ ഒരുത്തം പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഇടക്കാലം ഒരു പെട്ടി ഉണ്ടായിരുന്നു, എന്നെ പെട്ടിയ സ്വർഗ്ഗപ്പെട്ടി. സ്വർഗത്തിൽ പോയില്ലേലും പെട്ടിക്കകത്ത് കയറി. ഇല്ലായ്മക്കാരുണ്ട്, അവർ ചിലപ്പോൾ മറ്റുള്ളവർ സഹായം ചെയ്ത ആ കാര്യങ്ങൾ നടത്തുന്നത്. അവരുടെ കാര്യമല്ല. എനിക്ക് എത്ര കേസ് എനിക്കറിയാമെന്നറിയാവോ? സ്വന്തം മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവരെ മാന്യമായി സംസ്കരിക്കണം. അതിന് കണക്ക് പറയരുത്. ഒരാൾ മൂത്തവനല്ലേ, ഇടവനല്ല, അടുത്തവൻ, ഞാനെല്ലാം ചെയ്തോളാം. അപ്പൊ മറ്റുള്ളത് നീ അങ്ങനെ തന്നെ ഇതൂടെ പിടി, പിന്നെ ഒരാൾ പറഞ്ഞു ഇതൂടെ പിടി. കാര്യങ്ങൾ എന്ത് അന്തസ്സാണ്, അന്തസ്സല്ലേ? ഇത് മിക്ക വീട്ടിലും മരണം നടന്നു കഴിഞ്ഞ ആടിയാണ്. പന്തൽ അടിക്കുന്നതിന് മുന്നേ പന്തലിന്റെ കാലും കൂടി അടിക്കുന്നത്. സ്തോത്രം. ഒന്നും ശരിയല്ല. ഈ മാതാപിതാക്കൾ നമുക്ക് ചെയ്തതിന്റെ ഒരു കൊടിശ പോലും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നില്ല. ഇപ്പൊ പിന്നെ അപ്പനോ അമ്മയോ മരിച്ചാൽ ഒരു രാത്രി വീട്ടിൽ പോലും ഭൗതിക ശരീരം വെക്കത്തില്ല. അത് സാഹചര്യം അങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് പറഞ്ഞു, ആ കാര്യത്തിൽ ദൂരോട്ടുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മുടെ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഇത് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത്. വിദേശരാജ്യത്തിരിക്കുന്ന ഒരു തെറ്റിദ്ധരിക്കരുത്. ഞാൻ കേരളത്തിലെ ഇപ്പോഴത്തെ മധ്യ തിരുവിതാംകൂറിലെ രീതി അനുസരിച്ച് ആ കാര്യത്തിൽ ഞാൻ കൂടുതലും ബഹുമാനിക്കുന്നത് കത്തോലിക്കരെയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ ചങ്ങനാശ്ശേരി കൂടെ ഒക്കെ പോകുമ്പോൾ മിക്ക ദിവസവും അവിടെയൊക്കെ മരണം നടന്ന രാത്രി ഡെഡ് ബോഡി വീട്ടിലുണ്ട്, മിക്ക വീടുകളിൽ. അങ്ങേയറ്റം അവരെ ബഹുമാനിക്കും. പൊതുവിലായി പറഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ എത്രയോ സ്ഥലത്ത് പോയി കണ്ടേക്കുന്നു. അവൻ വരുന്നവർക്കും പോകുന്നവർക്കും വന്ന് കാണുകയും, പിന്നെ അവര് എല്ലാവർക്കും നമ്മളെ പോലുള്ള രീതികളല്ല കാസറ്റായി ഇടുന്നത്. എന്നാലും ആട്ടെ, ഭൗതിക ശരീരം വീട്ടിൽ. നമ്മളത് അങ്ങനല്ലോ. എപ്പോൾ കൊണ്ടുവരും? 9:45 കൊണ്ടുവരും. എപ്പോഴാണ് നടക്കുന്നത്? 11:30 കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് എടുക്കും. അത്ര പോലും വീട്ടിൽ വെക്കാൻ മേല, കൊള്ളവേല താളാന്ന. അത്ര നേരം പോലും ഈ സാധനത്തിന് വീട്ടിൽ 11:30 പെന്തിക്കോസ്തുകാരോട് പറയാൻ, നമുക്ക് അവസാനമായി ചെന്നൊരു ശുശ്രൂഷ ഇല്ല. ഞാൻ ശവസംസ്കാരം നടത്തുന്നിടത്ത് പറയും, ആരെങ്കിലും 1-2 പേര് നന്നായിട്ട് വചനവും പ്രസംഗിക്കണം, അതിന് അവസരം കൊടുക്കണം. എനിക്ക് ആ കാര്യത്തിൽ ബഹുമാനം. ജോൺ പി ചെല്ലപ്പൻ മാസ്റ്റർ മരിച്ച് 2 ദിവസം പകലും വൈകിട്ടും വെച്ചേക്കായിരുന്നു. തേക്കടി സെൻട്രൽ മാസ്റ്റർ ഒടുവിൽ ഞാനും പോയി. എന്തോ ആളായിരുന്നു. വരുന്നവർക്കെല്ലാം, കാരണം പുള്ളി ഒത്തിരി ഗുണം ചെയ്ത ആളാ, വരുന്നവർക്കെല്ലാം പറയാനും. പിന്നെ നമ്മളധികം വെക്കാതിരിക്കുന്നത് ആ നാട്ടുകാർക്ക് ആർക്കും ഒരു ഗുണവും
ചെയ്തിട്ടില്ല, ഒരു തൊണ്ണാൻ പോലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. എന്നാ പിന്നെ 1.5 മണിക്കൂർ പോലും വെക്കണ്ട, 3/4 മണിക്കൂറാകുമ്പോൾ എടുത്തോണ്ട് അല്ല നാട്ടുകാർ വെക്കുക ജീവിടിനെ പിന്നെയും വെച്ചോണ്ടിരിക്കാമോ കൊണ്ടുപോടാന്ന് പറയും. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യാക്കോബ് ഭരിച്ച് കൊണ്ട് മാന്യമായിട്ട് അടക്കി കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു വന്ന് ഇവര് കമ്മിറ്റി കൂട്ടി. അതിന്റെ 14-ാമത്തെ വാക്യമാണ് ഒന്നൊന്ന് വായിച്ച്. യോസേപ്പ് അപ്പനെ അടക്കിയ ശേഷം എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അടുത്തത് അപ്പൻ മരിച്ചുപോയെന്ന് യോസേപ്പിന്റെ സഹോദരന്മാര് കണ്ടിട്ട്, പക്ഷെ യോസേപ്പ് നമ്മെ ദോഷിച്ച്, യോസേപ്പ് നമ്മളെ ദ്വേഷിച്ച്, അങ്ങനെ വായില് ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിലും നമ്മോട് പ്രതികാരം ചെയ്യും. അപ്പോൾ പക്ഷെ യോസേപ്പ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യും. ഉണ്ടോ? ഇവരുടെ ചിന്തയാ യോസേപ്പ് നമ്മെ ദ്വേഷിച്ച് നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന്. എങ്ങനെയുണ്ട്? കാരണം ഇവര് പ്രതികാരം ചെയ്യുന്നവരാ. ഈ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, അത് ഇങ്ങനെ, കോഴി കട്ടവന്റെ തലേ കോഴിയുടെ തൂവൽ എന്നൊക്കെ പറഞ്ഞു. തൂവൽ കാണും. ആരുടെയോ കോഴിയെ മോഷിച്ച് എല്ലാരും വന്ന് ഇരിക്കുക. അപ്പൊ ഒരുത്തൻ പറഞ്ഞ്, ആണിനെ കണ്ടില്ലേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിടികൂടാം, കോഴി കട്ടവന്റെ തലേ കോഴിയുടെ. അപ്പൊ അതിലിരുന്ന് ഒരുത്തൻ തലയെ തപ്പി. അപ്പൊ മനസ്സിലായി വേറെ ആരും തപ്പിയില്ലല്ലോ. അതിനാ തപ്പാഞ്ഞ്? കോഴി ആരും മോട്ടിച്ചില്ല. എടുത്തവൻ പയ്യൻ. ഇവരെ ദ്വേഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് വെപ്രാണം. എടാ, അപ്പം മരിച്ചു, അടക്കവും കഴിഞ്ഞു, മിക്കവാറും നമുക്ക് അത് തന്നെ ഞാൻ പൊതുവെ പറയുന്നില്ല ആ പദം. സ്തോത്രം. യോസേപ്പ് നമ്മെ ദ്വേഷിച്ച് നമ്മോട് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും പ്രതികാരം ചെയ്യും. ഞാനൊരു കാര്യം, ദൈവമക്കളുടെ പ്രതികാരം നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. നാം ആരോടും പ്രതികാരം ചെയ്യാൻ പോകരുത്, തുനിയരുത്, അത് ചിന്തിക്കുക പോലും. എന്നോട് ചെയ്തതെന്നല്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ മിടുക്കിയായിട്ട് നടക്കുന്ന കിടപ്പിലാകുമല്ലോ, അന്നേരം ഞാൻ എണ്ണി എണ്ണി ചോദിക്കും, ആരാദ്യം കിടക്കുന്നെന്ന് ആരറിഞ്ഞു? ചില വീട്ടിൽ അമ്മായിയമ്മയും മരുമകളുമായിട്ട് ഉടക്കുള്ള വീടുണ്ട്, അല്ലെ അമ്മയും മകളും, അല്ലെ ചേട്ടനും അനുജനും, അല്ലെ ചേട്ടത്തി അനുജത്തി, വീടല്ലേ, കുടുംബമല്ലേ. അപ്പൊ ചെല്ലു പറയാം, ഇപ്പൊ മിടുക്കിയായിട്ട് എന്നെ പള്ളു പറയുന്നു, കിടപ്പിലാകുമല്ലോ. അമ്മയാണോ ആദ്യം കിടപ്പിലാകുന്ന, നീയാണോ എന്ന് ആരറിഞ്ഞത്? അതിലും ദൈവമല്ലേ അറിയുന്നേ. സ്തോത്രം. ഞാനാണോ കിടപ്പിലാകുന്നത്, നിങ്ങളാണോ എന്ന് ആരറിഞ്ഞു? ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. അമ്മയാണോ മരിക്കുന്നത്, മക്കളാണോ ആദ്യം മരിക്കുന്നത്, ചേട്ടത്തിയാണോ അനിയത്തിയാണോ ചേട്ടനാണോ, ആരറിഞ്ഞു? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പോലും അങ്ങനെ പ്രതികാര ചിന്ത വരരുത്. സ്തോത്രം. ഈ ജ്യേഷ്ഠന്മാരുടെ ഹൃദയത്തിൽ ചിന്തിക്കുക, യോസേപ്പ് നമ്മളോട് പ്രതികാരം ചെയ്യും. ഇപ്പൊ പരുവക്കേടായല്ലോ, ഇച്ചായനും പോയി, പഴമക്കാർ പറമ്പല് പശുവും ചത്തു, മോടില് പുളിയും പോയി, പരുവക്കേടാന്നല്ലോടാ, ഇതിപ്പോ എന്നാ ചെയ്യുന്നത്? ഇവർക്ക് ഇതുവരെ യോസേപ്പിനെ ഒന്നും മനസ്സിലാക്കാനൊത്തിട്ടില്ല. മിസ്രൈമിൽ വന്നിട്ട് തന്നെ 17 കൊല്ലമായി. കാരണം 130 വയസ്സിലായ യാക്കോബും കുടുംബം മിസ്രൈമിൽ എത്തുന്നത്. 17 യോസേപ്പ് യാക്കോബ് മരിച്ചു, 17 വർഷം കൂടെ ജീവിച്ചു, 147 മരിക്കുന്നത്. അപ്പൊ 17 കൊല്ലമായി. ഈ 17 കൊല്ലമായിട്ടും ഈ ജ്യേഷ്ഠന്മാർക്ക് യോസേപ്പിനെ ഇതുവരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് ഇവരുടെ നിരപ്പായതാ. എന്റെ സഹോദരന്മാരെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടുകയും ചെയ്യരുത്.
നേരത്തെ പറഞ്ഞതാ, ഇവരോട് മുഖത്ത് നോക്കി എന്ന് പറഞ്ഞ ഇവർക്ക് ഇപ്പോഴും പിടികിട്ടാത്ത, ഇവര് നിരപ്പ് പ്രാപിച്ചെങ്കിലും ശരിയായ നിരപ്പല്ല ഈ പ്രാപിച്ചേക്കുന്നത്. അതാ ഇവന്മാർക്ക് ഇപ്പോഴും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇവന്മാര് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ആരോടൊന്നുമില്ല, എന്നോട് എന്തിനു കൊണ്ട് ക്ഷമിക്കണം, ഹല്ലേലൂയ ചുമ്മാ പറയുന്നതാ. ചില സഭകളിലൊക്കെ ഉപവാസ പ്രാർത്ഥന കണ്ടിട്ടില്ലേ? നിങ്ങളെ ഉപവാസം നമ്മൾ തുടങ്ങി ആരുടെയും എന്തെങ്കിലും വന്ന് ദൈവനാഥൻ മഹത്വം ഹല്ലേലൂയ കർത്താവ് ഇത്രത്തോളം നടത്തി, പെണ്ണുങ്ങളാണെങ്കിൽ അല്ലെ കർത്താവ് ഇത്രത്തോളം നടത്തി, ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ സഭയിൽ വന്നിട്ട് ഇത്ര വർഷമായി, അല്ലെ ഇടപെടുന്നിട്ട് ഇത്ര വർഷമായി, എനിക്ക് ആരോടൊന്നും